ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ പായസമാണ്. അതിന് ആദ്യമായി നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് പുഴുങ്ങിയ അടയും ശർക്കര പാനിയും ചേർക്കുക. അത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കുറുകി വരും. കുറച്ച് കുറുകി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടാം പാൽ ചേർക്കുക. തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാലും ശർക്കരയും അടയും നല്ലപോലെ മിക്സായി കുറുകി വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി ചെറിയ ബ്രൗൺ നിറമായാൽ നമുക്കത് കോരി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം നന്നായി കുറുക്കി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. അവസാനമായി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ചെറിയ ഒരു തിള വന്നതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് നെയ്യും തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അടപ്രഥമൻ പായസം റെഡിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ.